എൻ്റെ പേര് കിരാതദാസ്. ചോപ്പർ എന്നുള്ള സിനിമയിൽ ഒരു കഥാപാത്രമായ നിലമ്പൂർ കോവിലനും ടി എൻ കുഞ്ഞുകുട്ടൻ തമ്പാൻ്റെ ഏറ്റവും ഒടുവിലത്തെ പുത്രനാണ് ഞാൻ. ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ കിഴക്കൻ ഏറനാടിൻ്റെ അറിയപ്പെടാത്ത ചരിത്രത്തിൻ്റെ ഒരു ഏടാണ് ഈ സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തോന്നിയിട്ടുള്ളത്. അന്നത്തെ കാലത്ത് വളരെയധികം ജീവിത നിലവാരം ഉണ്ടായിരുന്ന ആൾക്കാർ, വളരെയധികം കഷ്ടത അനുഭവിച്ചിരുന്ന ആൾക്കാർ, ദരിദ്രർ, അങ്ങനെ ഒരുപാട് പേർ കിഴക്കൻ ഏറനാട്ടിലുണ്ടായിരുന്നു. അവരിലേക്കൊക്കെ പുതിയ ജീവിതത്തിന്റെ ആശയങ്ങൾ എത്തിക്കണമെങ്കിൽ കല, പ്രത്യേകിച്ച് നാടകം എന്നുള്ള ശക്തമായ കല മാത്രമേ സാധ്യമാകൂ എന്ന് വിചാരിച്ചിരുന്ന അന്നത്തെ കാലത്തെ കുറെ ആക്ടിവിസ്റ്റുകളിൽ ഒരാളാണ് എൻ്റെ അച്ഛനായ കുഞ്ഞുകുട്ടൻ. അദ്ദേഹത്തിന്റെ കൂടെ ഡോക്ടർ എൻ ഉസ്മാൻ മദ്രാസിൽ നിന്ന് MBBS പാസ്സായി വന്ന് ജനസേവനമായിരുന്നു അദ്ദേഹത്തിന്റെ, കാശുണ്ടാക്കലായിരുന്നില്ല, ജനങ്ങളെ സേവിക്കലായിരുന്നു അദ്ദേഹത്തിന്റെയും ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടി. ഇവരെല്ലാവരും കൂടി സംഘം ചേർന്നിട്ടാണ് നിലമ്പൂർ ആർട്സ് ക്ലബ്ബ് തുടങ്ങിയതും ഈ നാടകത്തിനെ ശക്തമാക്കിയ ഒരു മാധ്യമമാക്കി ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് എഴുതി തുടങ്ങിയിരുന്ന ഒരു പ്രതിഭാധനനായ നാടകത്തായിരുന്നു EK ആയിരുന്നു. അദ്ദേഹം സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും ശക്തമായ സംഭാഷണ എഴുതാൻ കഴിവുണ്ടായിരുന്ന ഒരു നാടകത്തായിരുന്നു. അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് അദ്ദേഹത്തിന്റെ നാടകങ്ങളെ റിഹേഴ്സൽ ചെയ്യിപ്പിച്ച് നല്ലൊരു മനസ്സിലാക്കാൻ നോക്കുക എന്നുള്ള നാടകത്തിലൂടെ അവർ രംഗപ്രവേശം ചെയ്തു. അതിൽ കൂടെ നിലമ്പൂർ ആയിഷ, നിലമ്പൂർ ബാലൻ, അങ്ങനെ ഒരുപാട് കലാകാരന്മാർ പുറത്തേക്ക് വന്നു. അത് സത്യം പറഞ്ഞാൽ അന്നത്തെ ഈ ഇരുളടഞ്ഞ കിഴക്കൻ ഏറനാടിന്റെ ഒരു വെളിച്ചം തന്നെയായിരുന്നു ഇങ്ങനെയൊരു നാടക രംഗപ്രവേശം. അത് ഇത്രയും കാലത്തിന് ശേഷം ഒരു സിനിമ ആക്കി അവതരിപ്പിക്കാൻ ശ്രീ രാഹുൽ എന്ന് പറഞ്ഞ സംവിധായകൻ മുന്നോട്ട് വന്നത് എന്ത് പറഞ്ഞാലും പ്രത്യാശയുടെ ഒരു സ്ഫുരണം നമുക്ക് തരികയാണ്. ഇത്തരത്തിലുള്ള ചരിത്രത്തിൽ വിസ്മൃതമായിട്ടുള്ള പലവിധ സമരമുഖങ്ങളും കഥകളും ഒക്കെ വീണ്ടും ഇതുപോലുള്ള ചെറുപ്പക്കാർ സിനിമയാക്കി കൊണ്ടുവരട്ടെ. അതുപോലെ പുതിയ തലമുറയ്ക്ക് ശക്തമായ മെസ്സേജുകളുമായി അങ്ങനത്തെ സിനിമകൾ വരട്ടെ എന്ന് ഇതിലെ കഥാപാത്രമായ കുഞ്ഞുകുട്ടൻ തമ്പാന്റെ പേരിൽ കിരാതദാസ് എന്ന ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.